നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ എന്ന അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പാട്ടിൽ കുറച്ച് ഭാഗം പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആദ്യം വരുന്ന ഭാഗമാണ് ദശാംശ വർഗങ്ങൾ. പേജ് നമ്പർ 11 ഈ ഭാഗം വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വശങ്ങളുടെ എല്ലാം നീളം 3.7 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? സമചതുരം പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. സ്ക്വയർ. അപ്പോൾ ഇത് ഈ സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പരപ്പളവ് ഏരിയ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ എ ഇൻറ്റു എ ഈക്വൽ ടു എ സ്ക്വയർ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ക്വയറിൻ്റെ ഒരു വശം എത്രയാണ്? 3.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സൈഡ് 3.7 ആണെങ്കിൽ ഈ വശം എത്ര ആയിരിക്കും? 3.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മളോട് പരപ്പളവ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതുക? ഏരിയ പരപ്പളവ് സമം എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 3.7 ഹോൾ സ്ക്വയർ. അതിനെങ്ങനെ എഴുതാം? 3.7 ഇൻറ്റു 3.7. നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നലെ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? പകുതിയാക്കി സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് ആക്കി എഴുതുന്ന രീതി. അപ്പോൾ അതിന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 3 ഇപ്പോൾ 17 ആണ് എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്? 10 + 7. അതുപോലെ തന്നെ മാറ്റണം. 3.7 മാറ്റുമ്പോൾ 3 പ്ലസ് ബാക്കി ഇവിടെ ആരുള്ളത്? 0.7. അപ്പോൾ നമുക്ക് എഴുതാം 0.7. 0.77 എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ 0.7 ഹോൾ സ്ക്വയർ എന്നായി. ഒരു ഇക്വേഷൻ നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ. ഇതിൽ a ഈക്വൽ ടു 3, b ഈക്വൽ ടു 0.7. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. a എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എത്രയാണ്? 3 ഇൻറ്റു b 0.7 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് ഇനി ഇത് 3 തമ്മിൽ ഗുണിക്കണം. അപ്പോൾ ആദ്യം ഇവിടെ പോയിന്റ് ഇല്ലെങ്കിൽ എത്ര വായിക്കുക? 7. അപ്പോൾ 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 7 6 7 42. അപ്പോൾ 42 എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 42 എഴുതി. ഇവിടെ 7 കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ഒരു സ്ഥാനം കഴിഞ്ഞിട്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് 2 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുക. അപ്പോൾ എത്ര വായിക്കുക? 4.2 പ്ലസ് ഇനി ഇവിടെ 0.7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 ഇൻറ്റു 0.7. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക. 7 ഇൻറ്റു 7 49. ഇവിടെ ആകെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ബാക്കിൽ നിന്ന് നോക്കണം. അപ്പോൾ 1 2 ടോട്ടൽ 2 സ്ഥാനം കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്ന് പോയിന്റ് ഇടുമ്പോൾ 1 2 0. അപ്പോൾ 0.49. നമുക്കിത് 3 തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടി വെക്കാം. 9 പ്ലസ് ഇനി ഇവിടെ എത്രയാണ്? 4.2. അപ്പോൾ 9 നേരെ താഴെ 4 ഇടുക, ശേഷം 0.2 ഇടുക. അത് കഴിഞ്ഞ് സംഖ്യ 0.49. അപ്പോൾ ഇടുമ്പോൾ ഈ പോയിന്റുകൾ എങ്ങനെയായിരിക്കണം? ഒരേ ലൈനിൽ വരണം. അപ്പോൾ ആദ്യം 0 ഇട്ട് ശേഷം പോയിന്റ് ഇട്ട് 49. ഇനി കൂട്ടി വെക്കാം. 9 2 കൂടെ 4 കൂട്ടിയ 6 പോയിന്റ് 9 4 കഴിഞ്ഞ 10 11 12 13 വരും. അപ്പോൾ ഉത്തരം 13.69. 13.69 അതായിരിക്കും പരപ്പളവ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അടുത്തത് ഇതേപോലെ മറ്റൊരു ചോദ്യമാണ്. 5.8 ഹോൾ സ്ക്വയർ. നമുക്കിതിന് പ്ലസ് ആക്കുമ്പോൾ എങ്ങനെ എഴുതുക? 5 പ്ലസ് 0.8 ഹോൾ സ്ക്വയർ. ഇക്വേഷനിൽ പ്രകാരം ഇത് എ ഇത് ബി. അപ്പോൾ പറഞ്ഞു നോക്കാം. എ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ എത്രയാണ്? 5 ബി 0.8 2ab പ്ലസ് ബി സ്ക്വയർ 0.8 സ്ക്വയർ.
5ൻ്റെ സ്ക്വയർ 5 × 5 25 പ്ലസ് 2 × 5 10 10 × 8 എത്ര വരിക 80. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ 80 ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 8.0 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. പ്ലസ് 0.8 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.8 × 0.8 8 × 8 64. 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 1 2 പോയിന്റ് ഇടുക. ഫ്രണ്ടിൽ ഒരു 0 ചേർക്കുക. അപ്പോൾ 0.64. ഈ 3 സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം. നമുക്ക് കൂട്ടി വെക്കാം. 25 പ്ലസ് 8.0 എന്ന് പറഞ്ഞാൽ 8 അപ്പോൾ 8 പിന്നെ ശേഷമുള്ളത് എന്താ 0.64 കൂട്ടാം. 4 6 5 8 13 13ന് 3 ബാക്കി 1 1 2 3 ഉത്തരം 33.64. ഇതുപോലെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചെയ്യാണ്ട്. 13.9 സ്ക്വയർ ഇതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക 13 പ്ലസ് 0.9 ഹോൾ സ്ക്വയർ എങ്ങനെ മാറ്റുക. ഇത് എ ഇത് ബി. അപ്പോൾ എഴുതി നോക്കാം. എ സ്ക്വയർ അപ്പോൾ എന്താ വരിക 13 സ്ക്വയർ പ്ലസ് 2 × 13 × 0.9 പ്ലസ് 0.9 സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ 13 × 13 3 × 3 9 ഒരു 3 3 3 1 169 വരും. അപ്പം 169 പ്ലസ് 2 × 9 × 2 ഇവിടെ പോയിന്റ് ഇല്ല. അപ്പോൾ 9 × 2 18 18 × 3 13 ഗുണിച്ച് നോക്കാം. അല്ലെങ്കിൽ 13ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. 13 × 2 2 3 6 ഒരു 2 2 ഈ 26നെ 9 ആയിട്ട് ഗുണിക്കുക പോയിന്റ് ഇല്ലാണ്ട് ഇൻറ്റു 9 6 × 9 6 9 54 4 ബാക്കി 5 2 9 18 18ഉം 5ഉം 23. ഇവിടെ പോയിന്റിന് ഒരു ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ഉത്തരത്തിൽ ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക പോയിന്റ് ഇടുക. ഉത്തരം 23.4. അപ്പോൾ 23.4 പ്ലസ് 0.9 സ്ക്വയർ 0.9 × 0.9 9 × 9 81. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ 1 2 0.81 വരും. അപ്പോൾ 0.81. നമുക്കിത് 3 തമ്മിൽ എന്ത് ചെയ്യണം കൂട്ടണം. അപ്പോൾ 169 എഴുതി പ്ലസ് ഇനി 23.4 അപ്പോൾ 23.4 പിന്നെ 0.81 കൂട്ടി വെക്കാം. 1 8 4 12ന് 2 ബാക്കി 1 9 1 10 10 3 13 13ന് 3 ബാക്കി 1 6 1 7 8 9 1 193.21 ഉത്തരം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 വരുന്ന ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 13 ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം ചുവടെ പറയുന്ന സംഖ്യകളുടെ വർഗം കണക്കാക്കുക. അപ്പോൾ ഒന്നാം ചോദ്യം നോക്കാം. ഒന്നാം ചോദ്യം 2.3, രണ്ടാമത്തെ ചോദ്യം 8.7, മൂന്നാമത്തെ ചോദ്യം 10.1, നാലാമത്തെ ചോദ്യം 12.5, അഞ്ചാമത്തെ ചോദ്യം 15.7. ഇനി ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഒന്നാം ചോദ്യം ചെയ്യാം. 2.3 നമ്മളെങ്ങനെ മാറ്റി എഴുതുക? 2 പ്ലസ് 0.3 സ്ക്വയർ ദിശപ്രകാരം എ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 2ab 2 × എ എത്ര തന്നെയാണ് 2 ആണ്.
അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 0.3 പ്ലസ് ബി സ്ക്വയർ 0.3 സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 3 12 ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. അപ്പോൾ ബാക്കിൽ നിന്ന് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ടു. പ്ലസ് 0.3 സ്ക്വയർ അപ്പോൾ 0.3 ഇൻറ്റു 0.3 3 ഇൻറ്റു 3 9 രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ്. അപ്പോൾ എണ്ണുക 1 ഇവിടെ സംഖ്യ ഇല്ല 0 ഇടുക പോയിൻ്റ് ഇട്ടിട്ട് 0 ചേർക്കുക. അപ്പോൾ 0.09 ഈ 3 തമ്മിൽ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി. 4 പ്ലസ് 1.2 പിന്നെ 0.09 9 2 4 1 5 അപ്പോൾ ഉത്തരം 5.29. അതാണ് ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം 8.77 അതിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8 പ്ലസ് 0.7 ആദ്യത്തത് എ രണ്ടാമത്തത് ബി ഈക്വൽ ടു ഇക്വേഷനിൽ കൊടുക്കാം. എ സ്ക്വയർ 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ് 8 ഇൻറ്റു ബി 0.7 പ്ലസ് 0.7 സ്ക്വയർ 8 ഇൻറ്റു 8 8 സ്ക്വയർ 64 പ്ലസ് 8 56 56 ഇൻറ്റു 2 56 ഇൻറ്റു 2 2 12 2 ബാക്കി 1 5 2 10 1 11. അപ്പോൾ മൊത്തം തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ 112 വരും. ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് പ്ലസ് 0.7 ഹോൾ സ്ക്വയർ 0.7 ഇൻറ്റു 0.7 7 ഇൻറ്റു 7 49 രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക 1 2 0.0 അപ്പോൾ 0.49 ഈ 3 തമ്മിൽ കൂട്ടാം. 64 പ്ലസ് 11.2 11.2 പിന്നെ 0.49 0.49 9 2ഉം 4ഉം 6 4ഉം 1ഉം 5 6ഉം 1ഉം 7 ഉത്തരം 75.69. മൂന്നാമത്തെ ചോദ്യം 10.1 സ്ക്വയർ അപ്പം എങ്ങനെ മാറ്റി എഴുതുക? 10 പ്ലസ് 0.1 സ്ക്വയർ ഇത് എ ഇത് ബി. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 പ്ലസ് 0.1 സ്ക്വയർ 10 സ്ക്വയർ 10 ഇൻറ്റു 10 100 പ്ലസ് 2 ഇൻറ്റു 10 20 20 ഇവിടെ പോയിന്റിൽ നിന്ന് എത്ര വായിക്കുക 1 അപ്പോൾ 2 ഇൻറ്റു 10 20 20 ഇൻറ്റു 1 20 ഇൻറ്റു 1 20 ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക അപ്പോൾ 2 പ്ലസ് 0.1 ഇൻറ്റു 0.1 അപ്പോൾ 0.1 ഇൻറ്റു 0.1 1 ഇൻറ്റു 1 1 രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ അപ്പോൾ ഒരു സംഖ്യ ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ 0 ചേർക്കുക പോയിന്റ് ഇട്ടിട്ട് 0 ചേർക്കുക അപ്പോൾ 0.01 എന്ന് വരും. 3 തമ്മിൽ എന്ത് ചെയ്യുക കൂട്ടുക. ഇനി കൂട്ടുമ്പോൾ 100 പ്ലസ് 2 പിന്നെ വരുന്നത് 0.01 അപ്പോൾ 1 0.201 ഉത്തരം 102.01. നാലാമത്തെ ചോദ്യം 12.5 സ്ക്വയർ മാറ്റി എഴുതുമ്പോൾ 12 പ്ലസ് 0.5 സ്ക്വയർ ഇത് എ ഇത് ബി ഇക്വേഷൻ കൊടുക്കാം. എ സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു ബി 0.5 പ്ലസ് 0.5 സ്ക്വയർ 12 സ്ക്വയർ 12 ഇൻറ്റു 12 144 പ്ലസ് 2 ഇൻറ്റു 12 24 24 ഇൻറ്റു 5 ഗുണിക്കുക 24 ഇൻറ്റു 5 4 5 20 0 ബാക്കി 2 2 5 10 2 12 120 വരും. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടുക അപ്പോൾ എത്ര വായിക്കുക 12. അപ്പോൾ 12 പ്ലസ് 0.5 സ്ക്വയർ പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 5 ഇൻറ്റു 5 25
2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ 1 2 പോയിന്റ് ഇടുക, ഫ്രണ്ടിൽ 0 ചേർക്കുക. അപ്പോൾ 0.25 എന്ന് വരും. എന്ത് ചെയ്യണം? ഇത് 3 തമ്മിൽ കൂട്ടിയായി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പോൾ 144 പ്ലസ് 12 0.25 5 2 പോയിന്റ് 2 കൂടെ 4 കൂട്ടിയ 6 4 1 5 1. ഉത്തരം 156.25. ലാസ്റ്റ് ചോദ്യം 15.7 സ്ക്വയർ. നമുക്ക് മാറ്റി എഴുതാം. 15 പ്ലസ് 0.7 സ്ക്വയർ. ആദ്യത്തത് എ, രണ്ടാമത്തത് ബി. അപ്പോൾ എ സ്ക്വയർ 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ 15 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 ആണ് ബി, പ്ലസ് ബി സ്ക്വയർ 0.7 സ്ക്വയർ. 15 ഇൻറ്റു 15 225. അപ്പോൾ 225 പ്ലസ് 2 ഇൻറ്റു 7 2 ഇൻറ്റു 7 14. 14നെ 15 എന്ത് ചെയ്യണം? ഗുണിച്ച് നോക്കണം. അപ്പോൾ 14 ഇൻറ്റു 15 4 ഇൻറ്റു 5 20 0 ബാക്കി 2 5 6 7 ഒരു 4 4 1 0 7 4 8 9 10 11 1 1 2 21. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ 21 ആയി. അപ്പോൾ 21 പ്ലസ് 0.7 സ്ക്വയർ പറഞ്ഞാൽ 0.7 ഇൻറ്റു 0.7 7 ഇൻറ്റു 7 49. ബാക്ക് നോക്കുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ബാക്ക് നിന്ന് ഇടുക 1 2 0. ഉത്തരം 0.49. എന്ത് ചെയ്യണം? 3 സംഖ്യ തമ്മിൽ കൂട്ടണം. 225 പ്ലസ് 21 പ്ലസ് 0.49 0.49 9 4 പോയിന്റ് 5 1 6 2 2 4 2. ഉത്തരം 246.49. ഇതുവരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇനി ഈ ഭാഗത്ത് ഒരു 2 ചോദ്യം കൂടി ചെയ്യാനുണ്ട്. അതുടൻ തന്നെ അടുത്ത വീഡിയോ ഇട്ടിടാം. അതുവരേക്കും ബായ്.